Hello, hello. Check hello. Mic testing. Hello, hello. Check hello. Mic testing. Hello, hello. Hello, hello. Check hello. Mic testing. Hello, hello. ഹായ്, ഞാൻ നിങ്ങൾ കലാകാരന്മാരെ വളർത്തുകയും തളർത്തുകയും ചെയ്ത ഈ മൈക്കിന്റെ ആത്മാവാണ്. ഞാൻ ഇന്നെ ഒന്നും ഇടാതെ നിങ്ങളോട് കുറെ കാര്യങ്ങൾ പച്ചയ്ക്ക് പറയാൻ പോവാണ്. എനിക്കും കാർത്തികേയൻ നോക്കി ഒരേ സ്വഭാവമാണ്. പതുക്കെ പറയേണ്ട കാര്യങ്ങൾ വിളിച്ചു പോകും. ഒരു ദിവസം ഞാൻ കാർത്തികേയൻ്റെ പ്രോഗ്രാമിന് പോയി. കാർത്തിക് ചേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ കാർത്തിക് ചേട്ടൻ ഭയങ്കര ചുമ. അപ്പോൾ അവിടെ ഇരുന്ന് ഒരാൾ പറയുവാണേ, കാർത്തി ചുമ വരുമ്പോൾ മൈക്ക് മാറ്റി പിടിക്കണം, ഇത് കേൾക്കുന്നവർക്ക് ചുമ ഭയങ്കര ഇറിറ്റേഷനാണ്. അങ്ങനെ കാർത്തിക് ചേട്ടന് രണ്ടാമത് ചുമ വന്നപ്പോൾ ആ അങ്കിള് പറഞ്ഞ പോലെ കാർത്തിക് ചേട്ടൻ പതിയെ മൈക്ക് അങ്ങ് മാറ്റി പിടിച്ചു. കാർത്തിക് ചേട്ടൻ ഒരു കോമഡി പറയുന്നത് ഓഡിയൻസ് എല്ലാം ഭയങ്കര ചിരി. നേരത്തെ പറഞ്ഞ അങ്കിള് പറയണേ, കാർത്തി ഇതിനെക്കാട്ടി നല്ലത് നേരത്തെ ചുമയുടെ സൗണ്ട് ആയിരുന്നു. പേര് പറഞ്ഞപ്പോഴേ കൂവലാണല്ലോ. എന്നാ മഞ്ചാണ്ടി, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ മുമ്പേ വന്നിട്ടൊരു പാട്ട് പാടിയത് ഓർമ്മയുണ്ടോ? സംഗീതമേ അവന്റെ സല്ലാപമേ. ഇതുണ്ടോ അന്ന് കിട്ടിയേറിയ മഞ്ചാണ്ടി കിട്ടണതാ, പക്ഷെ അത് എനിക്കാ കിട്ടിയത്. പലരും പല രീതിയിൽ ഉപയോഗിക്കുന്നത്. ചിലർ എന്നെ എടുത്തുടങ്ങി ആണി അടിക്കുന്ന പോലെ അലടി അടിക്കും. ചിലരെന്നെ എടുത്തുടങ്ങി അടുപ്പിലൊതുന്ന പോലെ ഇങ്ങനെ ഒതും. ചിലരിനെ സ്റ്റാൻഡ് ചെയ്തിരുന്നാലും എന്നെ വിഴുങ്ങാൻ വരുന്ന പോലെ സംസാരിക്കുന്നത്. 3 മന്ത്രിമാരുടെ എണ്ണക്കും 4 MLA-മാരുടെ അന്നനാളവും ഞാൻ കണ്ടിട്ടുണ്ട്. വാർഡ് മെമ്പറുടെയും ബ്ലോക്ക് മെമ്പറുടെയും പേരെ. പിന്നെ ഞാൻ കുറെ നാളെ നിയമസഭയിൽ പോയി. സത്യം പറയാലോ, മലയാളത്തിൽ ഇത്രയും തെറിയുണ്ടെന്ന് ഞാൻ അന്നാ മനസ്സിലാക്കുന്നത്. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ അവന്മാർ എൻ്റെ തലയിലും ആ പാവപ്പെട്ട ബേഷയുടെ തലയിലോട്ട് അടിക്കും. തകരന്റെ ഷീറ്റില് മഴവെള്ളം വീഴുന്ന പോലെ. രാഷ്ട്രീയ ജീവിതം എടുത്ത് ഞാൻ നേരെ നാടകത്തിലേക്ക് പോയി. സത്യം പറയാലോ, എനിക്ക് നാടകം ഇഷ്ടമല്ല, വേറൊന്നും കൊണ്ടല്ല, തുടങ്ങി തീർന്നവരെ എന്നെ തൂക്കിയിടും. അതുമാത്രമല്ല, ചില നടന്മാർ എൻ്റെ മുമ്പിൽ നിന്നിട്ട് ഓവറാക്ഷൻ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കി സംസാരിക്കും. ഞാനൊരു നാടകക്കാരനോട് പറഞ്ഞു, നിങ്ങൾ ഭയങ്കര ഓവറാക്ഷനാണ് കേട്ടോ. അപ്പോൾ നാടകക്കാരൻ എന്നോട് പറയുക, ഞാൻ ഓവറാക്ഷനല്ല, ക്ലബിന്റെ പരിപാടിക്ക് പോയി. അവിടെ കുറെ എണ്ണം കരോക്കെ ഇട്ട് പാടാൻ വരും. കണ്ണനു കറുപ്പു നിറം, എന്റെ കണ്ണനു കറുപ്പു നിറം, കാളിനിൽ ഒന്നതിനാരോ ശാന്ത ചൊല്ലു നീ, എന്റെ കണ്ണനു കറുപ്പു നിറം. സത്യം പറഞ്ഞ എനിക്ക് വാ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരുടെയൊക്കെ നാക്ക് പിടിച്ച് മുറിച്ചേനെ. പിന്നെ ഞാൻ ബസ് സ്റ്റാൻഡിൽ വർക്ക് ചെയ്യാൻ പോയി. അവിടെ ഒരു സ്പീക്കറുണ്ട്. ആ സ്പീക്കർ എന്ന് പറഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷുകാരിൻ്റെ വീട്ടിൽ പോകണമെന്ന് ഗാന്ധിജി പറഞ്ഞ സ്പീക്കറാ. അത്രയ്ക്ക് പഴക്കമുണ്ട്. ഞാനിവിടെ ഹലോ എന്ന് പറഞ്ഞാൽ അവിടെ പറോ എന്ന് കേൾക്കും. കുട്ടൂരിപ്പിന് തിരുവനന്തപുരത്ത് പോകുന്ന ബസ് ഇടുന്നു ഉടനെ പുറപ്പെടുന്നതാണ്. ഇങ്ങനെയാണ് പുറത്ത് നിൽക്കുന്ന യാത്രക്കാർ കേൾക്കുന്നത്. അവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകത്തുമില്ല. എന്താ പറഞ്ഞേന്ന് ചോദിക്കുന്നതെന്ന് ആ ബസ്സുകാരന്മാരെടുത്തിട്ട് ഇടിക്കുകയും ചെയ്യും. ഇങ്ങനെ എത്ര സ്ഥലത്ത് ഞാൻ തൊണ്ടപൊട്ടി ജോലി ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്കറിയോ? എനിക്ക് ഏറ്റവും നാണക്കേട് തോന്നുന്നത് 10 സ്പീക്കറിനേക്കാൾ ഉച്ചത്തിൽ കമന്ററി പറയുന്ന ചേട്ടന്മാരോട് ജോലി ചെയ്യുമ്പോഴാണ് നിങ്ങളിത് കാണുക എന്ന് പറയുന്ന ചേട്ടനോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളത് കേൾക്കുക. ഇങ്ങനെ തൊണ്ട കയറി വിളിക്കണ്ട, പതുക്കെ പറഞ്ഞാൽ മതി, ഞാൻ ഉറക്കെ കേൾപ്പിച്ചോളാം. തുപ്പല് മഴയത്ത് അനൗൺസ്മെന്റ് ചെയ്ത് ജലദോഷം വന്നിട്ടും എൻ്റെ ഈ വയറിൽ ഫീവർ വന്നിട്ടും നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്ത ആളാണ് ഞങ്ങൾ മേക്കുകൾ. ഡയറ്റ്, യോഗ, മരുന്ന് ഇതൊന്നുമില്ലാതെ വേറെ പറഞ്ഞ ആളുകളാണ് ഞാൻ. ഇപ്പം എല്ലായിടത്തും കോഡിലെസ്സായി. അതുകൊണ്ട് ഞങ്ങൾ വയസ്സൻ മയക്കുകളൊന്നും ആർക്കും വേണ്ട. അടുത്ത ജന്മത്തിലെങ്കിലും ഒരു കോഡിലെസ് മയക്കായി ജനിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന വേണം.
താങ്ക് യു.